എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു യാത്ര പോകാം. നമ്മുടെ എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നും നമുക്ക് ബോട്ടിന് കയറി ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയിൽ ഇറങ്ങി അവിടെ നിന്നും മട്ടാഞ്ചേരി വഴി ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് നമുക്ക് നടന്നുകൊണ്ടൊരു യാത്രയാവാം. എറണാകുളം മേനക ബോട്ട് ജെട്ടിയിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 6 രൂപയാണ് ചാർജ് ആയിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1:30 മണിക്ക് ശേഷം നമ്മുടെ ബോട്ട് ജെട്ടിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. പരന്നു കിടക്കുന്ന കൊച്ചി കായലിലൂടെ ഇരുകരകളിലേക്കും നോക്കി കായൽ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഓളപ്പരപ്പുകളുടെ താളത്തിനൊപ്പം നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ഏകദേശം 25 മിനിറ്റ് യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയിലെത്തി. ഇന്ന് നമ്മൾ നടന്നുള്ള ഒരു യാത്രയാണ് ചെയ്യുന്നത്. ഉച്ച സമയമായതിനാൽ തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മട്ടാഞ്ചേരിയിലുള്ള കായിക്കാട് കായീസ് ബിരിയാണി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വൈകിക്കേണ്ട, നേരെ മട്ടാഞ്ചേരിയിലുള്ള കായീസ് റഹ്മത്തുള്ള കഫേയിലേക്ക് പോകാം. നമ്മളിങ്ങനെ നടന്നു പോകുന്നത് കൊണ്ട് തന്നെ വഴിയിലെ കാഴ്ചകളൊക്കെ മെല്ലെ ആസ്വദിച്ചങ്ങ് പോകാൻ പറ്റും. വെയിൽ കുറവുള്ള സമയത്താണ് നടക്കാൻ ഏറ്റവും അനുയോജ്യം. പിന്നെ നമ്മൾ ഈ സമയത്താണ് ഇവിടെ എത്തിയത്. പിന്നെ നമുക്ക് ബിരിയാണി കഴിക്കണമെന്നും കൂടെ ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഉച്ചയ്ക്ക് ഇങ്ങനെ നടക്കുന്നത്. ഇവിടെയുള്ള സ്ട്രീറ്റുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ കായീസ് റഹ്മത്തുള്ള കഫേയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വരെ വന്നത് വെറുതെ ആയില്ല. ഇന്നത്തെ ഇവിടുത്തെ ലാസ്റ്റ് ചിക്കൻ ബിരിയാണി നമുക്കാണ് കിട്ടിയത്. ഏകദേശം ഉച്ചയ്ക്ക് 2:15 മണിയായപ്പോൾ തന്നെ ഇവിടുത്തെ ബിരിയാണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇവിടെ കഴിക്കാൻ വരുമ്പോൾ മാക്സിമം നേരത്തെ എത്തിച്ചേരുവാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് കിട്ടിയ ചിക്കൻ ബിരിയാണി ഞാൻ എടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു സാലഡും അതുപോലെ തന്നെ ഒരു ഈന്തപ്പഴം അച്ചാറും പപ്പടവും അച്ചാറും ഉണ്ട്. ഒന്നും പറയാനില്ല, അസാധ്യ ടേസ്റ്റായിരുന്നു. ചിക്കനും റൈസും ഒക്കെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ പഞ്ഞി പോലെയുള്ളതായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ മട്ടാഞ്ചേരി പാലസിലേക്ക് നടന്നെത്തി. പിന്നീട് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. പാലസിൻ്റെ മതിൽക്കെട്ടിന് പുറത്തായിട്ട് ഒട്ടനവധി കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നു. ഇവിടെ നിന്നും ഇനി നമുക്ക് പോകാനുള്ളത് മട്ടാഞ്ചേരി ജൂതപ്പള്ളി എന്നറിയപ്പെടുന്ന പരദേശി സിനഗോഗിലേക്കാണ്. നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴികളിൽ ഒരുപാട് കാഴ്ചകൾ നമുക്കായിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് പോലീസ് മ്യൂസിയം കാണാവുന്നതാണ്. അവിടെ അടച്ചിട്ടിരിക്കുമായിരുന്നു. ഇതിന് മുന്നൊരിക്കൽ ഞാനിവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്നു വന്ന് ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഇടനാഴികളും വഴികളും ഒക്കെ ഉണ്ട്. നമ്മൾ പറ്റുന്ന രീതിയിൽ ഓരോ വഴികളൊക്കെ കയറി ഇറങ്ങി നടന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമാണെന്ന് തോന്നി. അങ്ങനെ നമ്മൾ വെറുതെ അവിടം വരെ ഒന്ന് നടന്നു. ഇവിടെ ഒരു അമ്പലമായിരുന്നു, അവിടെ എന്തോ ഉത്സവമൊക്കെ നടക്കുകയാണ്. അങ്ങനെ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വന്നപ്പോൾ കുറേ ആളുകൾ എന്തോ ബജി പോലത്തെ ഒരു ഐറ്റം വാങ്ങി കഴിക്കുന്നത് കണ്ടു. അപ്പം നമ്മളും അതൊന്ന് വാങ്ങി ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫുഡ് കഴിക്കുന്നത്. എന്തായാലും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള വിഭവമായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ജൂ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സ്ട്രീറ്റുകളിലൂടെ നമ്മളിങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. ഇവിടെ ഒരുപാട് സ്പൈസസിൻ്റെയൊക്കെ കടകളുണ്ട്.
അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റിക് കളക്ഷൻസും അങ്ങനെയുള്ള ഒരുപാട് കരകൗശല വസ്തുക്കളുടെയൊക്കെ വലിയൊരു ശേഖരം തന്നെയുള്ള ഒരുപാട് ഷോപ്പുകളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ശരിക്കും നമ്മൾ മട്ടാഞ്ചേരിയിൽ നിന്ന് നടന്ന് ഇവിടെ എത്തിയപ്പോൾ ഏകദേശം വൈകുന്നേരം സമയമായി. നമ്മുടെ എനർജിയൊക്കെ കുറഞ്ഞു. അപ്പം നമുക്ക് 4 മണിയായ പിന്നെ ഒരു ചായ വേണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് ഒരു നല്ല ചായ കുടിക്കാം. ഞാനൊരു മസാല ടീയാണ് ഈ കഫേയിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഒന്നും പറയാനില്ല, വളരെ നല്ല ഒരു ടീ ആയിരുന്നു. അങ്ങനെ മസാല ചായയൊക്കെ കുടിച്ച് വീണ്ടും നമ്മൾ സിനഗോഗിനെ ലക്ഷ്യമാക്കി നടന്നു. വെയിലൊക്കെ താണു കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഈ സ്ട്രീറ്റുകളിലൂടെയൊക്കെ നടക്കാൻ. അങ്ങനെ നമ്മൾ പാരഡൈസ് സിനഗോഗിനടുത്തെത്തി. ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് മാർച്ച് മാസം അവസാനമായതുകൊണ്ട് ഇവിടെ 2-3 ദിവസത്തേക്ക് ഇത് ക്ലോസ്ഡ് ആണ്. 2-3 തവണ നമ്മൾ സിനഗോഗി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമാധാനത്തിൽ നമ്മൾ തിരിച്ചു പോവുകയാണ്. എന്തായാലും നമുക്ക് ഇത്രയും കാഴ്ചകളൊക്കെ ഈ സ്ട്രീറ്റുകളിലും ഒക്കെ കാണാൻ സാധിച്ചല്ലോ. അപ്പോൾ അത് തന്നെ വളരെ വലിയ കാര്യം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 6:30 ആയപ്പോഴാണ് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് നടന്നെത്തിയത്. നമുക്ക് ഇവിടുത്തെ ഒരു സൺസെറ്റ് കാണണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ നടന്ന് അങ്ങനെയൊക്കെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വന്നുകൊണ്ട് നമ്മൾ ഇവിടോട്ട് ഈ സമയത്താണ് എത്തിച്ചേർന്നത്. ഇവിടെ വൈകുന്നേര സമയത്തെ കാഴ്ചകളും കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരുപാട് ദൂര കാഴ്ചകൾ കാണാം. കടൽ, അതുപോലെ തന്നെ അതിലൂടെ പോകുന്ന ഒരുപാട് ലൈറ്റ്സൊക്കെ ഇട്ടുള്ള ഷിപ്പുകൾ, ബോട്ടുകൾ, കൂടാതെ ഇവിടെ ഒരു സംഘം കലാകാരന്മാർ അവരുടെ പെർഫോമൻസ് നടത്തുന്നത് കണ്ട് ബോട്ട് ജെട്ടിയിലേക്ക് തിരിച്ചെത്തി നമുക്ക് തിരികെ പോകാനുള്ള ടിക്കറ്റ് എടുത്ത് നമ്മൾ നമ്മുടെ ബോട്ടിനായിട്ട് കാത്തിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.